KSRTCയിൽ ബസ്സുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ ഐഷർ ബസ്സുകളുടെ കാര്യം. അപ്പോൾ ഞാനീ മറ്റു ഏതെങ്കിലും ബസ് കമ്പനികളുടെ പ്രചാരകനായിട്ട് പറയുന്നതല്ല. 12/4/2024 KSRTCയുടെ അംഗീകൃത സംഘടനകളുടെ യോഗം ചീഫ് ഓഫീസിൽ ചേരുകയും അവിടെ അംഗീകൃത സംഘടനകൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൈറേഞ്ച് മേഖലയിൽ നൽകിയിട്ടുള്ള ടാറ്റ ഐഷർ ബസ്സുകൾ അവിടെ ഓടിക്കാൻ കഴിയാത്തവയാണെന്നും അത് പിൻവലിച്ച് ലൈലാൻഡ് ബസ്സുകൾ അനുവദിക്കണമെന്നും ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ KSRTCയിൽ വണ്ടികൾ മേടിക്കുമ്പോൾ ഐഷർ ബസ്സുകളോടുള്ള എന്താണ് പ്രത്യേക താല്പര്യമുണ്ടാകാനുള്ള കാരണം? ഇപ്പോൾ ഇതിനു മുമ്പ് വിജു പ്രഭാകർ ഇരുന്നപ്പോൾ ലൈലാൻഡ് ബസ്സുകൾ മേടിക്കേണ്ടതിന് പകരം ഐഷർ ബസ്സുകൾ മേടിക്കും. 300 എനിക്ക് തോന്നുന്നത്, എൻ്റെ കണക്ക് കൃത്യമായിട്ട് ലഭ്യമല്ല. ഏതായാലും ആ ഐഷർ ബസ്സുകളിൽ ഒന്നും തന്നെ നിലവിൽ ഓടാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ആലുവയിൽ നിന്ന് ഹൈറേഞ്ച് മേഖലയിലോട്ട് പോകുന്ന വണ്ടികൾ ഒരു ദിവസം പോയാൽ 3 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് ആലുവയിൽ വരുന്നത്. ഇത് വഴി കിടക്കുകയാണ്. അപ്പോൾ ആ പരിസ്ഥിതിയിലേക്ക് ഇറങ്ങിക്കുന്ന ഐഷർ ബസ്സുകളുടെ കാര്യത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഐഷർ ബസ്സുകളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, പരാജയപ്പെട്ട ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വീണ്ടും വീണ്ടും ഇവർ വാങ്ങിക്കുന്നത് എന്തിനാണ്? എന്താണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന വിജിലൻസ് അന്വേഷണം നടത്തേണ്ടതല്ലേ? ഇപ്പോൾ കാരണം ഇങ്ങനെ ഒരു വിഭാഗം ബസ് വാങ്ങിച്ചിട്ട് ആ വാഹനങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു. ഇപ്പോൾ ടാറ്റ ബസ്സുകൾ ഇപ്പോൾ 17 കൊല്ലമുള്ള വാഹനങ്ങളും നമ്മൾ ഓടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ 17 കൊല്ലമുള്ള വാഹനങ്ങളിലേക്ക് വരുമ്പോഴും KSRTCയുടെ ആകെ വണ്ടികളിൽ ഈ 17 കൊല്ലം പോകാൻ പറ്റുന്ന എത്ര ടാറ്റ ബസ്സുകളുണ്ട്? ഇപ്പോൾ ഈ ഐഷർ ബസ് തന്നെ ഈ മറ്റൊരു മേഖലയിലും ഓടാൻ കഴിയാത്ത വിധം ഈ 15 കൊല്ലം ആയിട്ടില്ല ഈ ഐഷർ ബസ്സുകളുടെ അവസ്ഥ വന്നിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8 കൊല്ലമൊക്കെ ആയിട്ടുള്ള വണ്ടികൾ, 8-9 കൊല്ലം ആയിട്ടുള്ള വണ്ടികൾ തന്നെ ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ വിഭാഗം മേധാവി, KSRTCയുടെ ടെക്നിക്കൽ വിഭാഗം മേധാവി പറഞ്ഞിരിക്കുന്ന മറുപടി, അംഗീകൃത ട്രേഡ് യൂണിയൻ മാനേജ്മെൻറ്റ് ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന മറുപടി, ഹൈറേഞ്ച് മേഖലയിൽ നൽകിയിട്ടുള്ള ഐഷർ ടാറ്റ ബസ്സുകൾ മാറി ലൈലൻഡ് ബസ്സുകൾ നൽകുന്ന വിഷയത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ആണ് പറഞ്ഞു എന്നാണ് ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ഏതായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധിപന്മാർ, അല്ലെങ്കിൽ ഇപ്പോൾ KSRTC നയിക്കുന്ന ആളുകൾ, KSRTCയുടെ മാനേജ്മെൻറ്റ് വീണ്ടും ഐഷർ ബസ്സുകൾ വാങ്ങിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഐഷർ ബസ്സുകൾ ഇതിൻ്റെ അവസ്ഥകൾ, ഇപ്പം നമുക്കറിയാം ലോ ഫ്ലോർ ബസ്സുകൾ, നോൺ AC ലോ ഫ്ലോർ ബസ്സുകൾ ലഭ്യമായിട്ട് ആ ബസ്സുകളെല്ലാം കൊണ്ട് ഈ വേലിക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അതിരുകല്ലേ വെച്ചിരിക്കുകയാണ്. റോഡിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പം ഒരു പ്രത്യേകതരം കളറടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട്. കാരണം ഇത് കൊണ്ട് എവിടെയെങ്കിലും കളയാൻ പോലുള്ള ഇടയില്ല, തികയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ വാങ്ങിക്കുകയും ഇതിൻ്റെ എല്ലാം നഷ്ടം ഇവിടുത്തെ ജീവനക്കാരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ്. ഇതിനു മുൻപ് ഐഷറിന് കുട്ടി ബസ്സുകൾ വാങ്ങിച്ച് ഇതേ ആൾ തന്നെ ഗതാഗത മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വാങ്ങിക്കുകയും അത് കാലാവധി പൂർത്തിയാക്കാതെ ലേലം ചെയ്തും പൊളിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥ KSRTCയിൽ സംജാതമായിട്ടുണ്ട് എന്നിരിക്കെ വീണ്ടും ഐഷർ ബസ്സുകൾ വാങ്ങിക്കുവാനുള്ള തീരുമാനമെടുക്കുകയും ഈ 10 അടി നീളമുള്ള ലൈലാൻഡിൻ്റെ ബസ്സുകൾ KSRTCയിൽ ഓടിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഈ 17 കൊല്ലത്തിലേക്ക് നീട്ടിയപ്പോഴും ഓടുന്ന തരത്തിലുള്ള പണിതാൽ കൃത്യമായി സഞ്ചരിക്കാൻ യോഗ്യമാകുന്ന ബസ്സുകളാണ് വാങ്ങിക്കേണ്ടത്. ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഐഷർ ബസ്സാണെങ്കിൽ കയറാതിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഐഷർ ബസ്സിൽ ഇപ്പോൾ ഒരു ദിവസത്തെ ഡ്യൂട്ടിക്ക് വരുന്ന ജീവനക്കാരൻ വീട്ടിൽ നിന്ന് പായും തലവണയും വസ്ത്രങ്ങളുമായിട്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ബസ് തിരിച്ചെപ്പോഴോ ഡിപ്പോയിലെത്തും എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ KSRTC സംജാതമായിരിക്കുന്നു. ഈ കാര്യത്തിൽ ട്രേഡ് യൂണിയനുകളും മാനേജ്മെൻറ്റിനോട് ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഈ മിനിസ്റ്റർ റിപ്പോർട്ടുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഏതായാലും ഇനിയും ഐഷർ ബസ്സുകൾ വാങ്ങിക്കുവാനുള്ള തീരുമാനം KSRTCയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടയിൽ ഇത് എന്താണ് ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പിന് കാരണമെന്ന് ചിന്തിക്കുവാൻ പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇത്തരം അഴിമതിക്കെതിരെ ഞങ്ങൾ ഉള്ളിൽ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതലായി പൊതുസമൂഹത്തിൽ നിന്നും പ്രതികരണങ്ങൾ ഉയർന്നു വരണം എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you.